അസ്സലാമലൈക്കും. നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖല്ലേ? അൽഹംദുലില്ലാഹ്. ഒരുപാട് കാലമായിട്ട് അറ്റുനോറ്റ് നിന്ന ആ ഒരു സന്തോഷ വാർത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വളരെ കുളിരണിയിപ്പിച്ച ഈ ഒരു സന്തോഷ നിമിഷം, ഈ ഒരു പെരുന്നാൾ നമുക്ക് ഇരട്ടി മധുരമാണ് കിട്ടിയത്. ഏതായാലും സിദ്ദീഖ് സാഹിബായിട്ട് ഇപ്പോൾ സംസാരിച്ചു, മെസ്സേജ് ഇട്ടിരുന്നു. പിന്നെ അവർ ഫ്ലൈറ്റിൽ കയറി സിദ്ദീഖ് ഭായും അദ്ദേഹം ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. വളരെ അധികം സന്തോഷം ഇതൊക്കെ കേട്ടപ്പോൾ. നമ്മൾ പണ്ട് ഒരുപാട് സ്വപ്നം കണ്ടു, ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി. റിയാദ് പൊതുസമൂഹത്തിന് അഭിമാനിക്കാം. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ കൂടെയുള്ള ഓരോരുത്തരും, അതുപോലെ ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തവരും, റിയാദിലെ നാനാജാതി എല്ലാ മുക്കിലും മൂലയിലുള്ള മലയാളി സമൂഹം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ചെയ്തൊരു സംഗതി. അതുപോലെ അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും റിയാദിലുള്ള ഈ ഒരു കമ്മിറ്റിക്ക്, സഹായ സമിതിക്ക് സപ്പോർട്ടുമായിട്ട് വന്നു. എന്തായാലും നമ്മൾ ആ പഴയ ആ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുന്നത്തെ വർഷത്തെ ആ രംഗങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓർക്കുമ്പോൾ ആ ഒരു പെരുന്നാളിന് നമ്മളിവിടെ കഷ്ടപ്പെട്ട ആ ഒരു ബിരിയാണി ചലഞ്ച്, ആ ഒരു രംഗപ്പം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്നത്തെ ദിവസം ഈ ഒരു പെരുന്നാളിന്, നാട്ടിലെ പെരുന്നാളിന് അദ്ദേഹം ഉമ്മയുടെ അടുത്ത് എത്താന്ന് പറയുമ്പോൾ വളരെ സന്തോഷം, എന്തൊക്കെയോ മനസ്സിൽ തോന്നണം. വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒരു ഉമ്മാക്ക് മകനെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിലും വലുത് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ കഴിയുക. ഏതായാലും യാതൊരു പ്രയാസമില്ലാതെ വീട്ടിലെത്തട്ടെ, ഉമ്മാൻ്റെ അടുത്ത് എത്തട്ടെ. ഉമ്മയുമായിട്ട് ആ ചേർന്ന് നിൽക്കുന്ന ആ ഒരു നിമിഷം, അത് കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിലും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആ കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ, അവർക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. യാതൊരു പ്രയാസമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇത്തരം പരീക്ഷണങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. പ്രവാസ ലോകത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പലവരും വരുന്നത്. പല പ്രത്യേക സാഹചര്യങ്ങളോ അതല്ലെങ്കിൽ അപകടങ്ങളോ ഒക്കെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇനിയും ചിലപ്പോൾ പല ജയിലുകളിലുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് നോക്കായിരുന്നു. പറ്റും. എൻ്റെ മനസ്സ് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേർക്ക് വെളിച്ചമേകാൻ പറ്റും. അതിനത്രക്കും കഴിവുള്ള ആളുകളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും. റിയാദിലുള്ള എല്ലാവരും, മുഖ്യധാരാ സംഘടനകളായിക്കോട്ടെ, പ്രാദേശിക സംഘടനകളായിക്കോട്ടെ, മറ്റു കൂട്ടായ്മകളായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, തൊഴിലാളി സംഘടനകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും, ഒരാളും ഇല്ലാതെ എല്ലാവരും കട്ടക്ക് കൂടെ നിന്നൊരു സംഗതിയാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് എല്ലാവർക്കും അഭിമാനിക്കാം. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നമ്മളന്ന് ഓരോരുത്തരുമായിട്ട് സംസാരിച്ചതും എല്ലാവരും വന്ന് ചേർന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ഓരോ നിമിഷവും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അബ്ദുറഹിം ഉമ്മൻ്റെ അടുത്തെത്തുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അതേപോലെ തന്നെ അള്ളാഹുവിനോട്, ദൈവത്തോട് കരഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുക എല്ലാവരും. അമിത ആവേശം ആരും കാട്ടരുത്. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം അത്രയ്ക്കും നമുക്ക് വാണിംഗ് ഉണ്ടായിരുന്നു എംബസിൻ്റെ ഭാഗത്തുനിന്ന്. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലൂടെ മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒന്നും ഒരു റിപ്പോർട്ടുകളോ മെസ്സേജുകളോ പോകരുത്. അദ്ദേഹം കയറിപ്പോയാലും അവിടെ എത്തിയാലും അതങ്ങനെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ രാജ്യത്തിനോടുള്ള നന്ദിയും കടപ്പാടും എന്നും നമ്മുടെ ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ടാവണം. നാട്ടിലുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട സംഗതിയും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അമ്മൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു നിയത്ത് മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഒരിക്കലും നാട്ടിലിതൊരു ഉത്സവമാക്കി മാറ്റരുത്. ഒരു അമിത ആവേശം എവിടെയും കാണിക്കരുത്. സോഷ്യൽ മീഡിയയിലോ മറ്റു മീഡിയയിലോ ഒന്നും ഈ രാജ്യത്തിനെതിരെയോ ഈ രാജ്യത്തുള്ള ഒരു പൗരനെയും ഒരു മനുഷ്യനെയും ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വളരെ കൂളായിക്കൊണ്ട് ശാന്തതയോട് കൂടിയിട്ട് അദ്ദേഹം വീട്ടിലെത്തണം. വീട്ടിലെത്തിക്കഴിഞ്ഞാലും കാണാൻ വരുന്നവരും എല്ലാവരും നല്ല രീതിയിൽ കാണുക.
പിരിഞ്ഞു പോവുക എന്നല്ലാതെ മറ്റുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയ വഴി ഒരിക്കലും ഉണ്ടാവരുത്. ലക്ഷക്കണക്കിന് മലയാളിയുടെ ജീവനാണ് ഇവിടെ ഉള്ളത്. ആ കുടുംബം പോറ്റാൻ വേണ്ടി വന്നവരാണ് ഓരോരുത്തരും. ആർക്കും യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഈ രാജ്യത്തിന് നമ്മളോടോ മറ്റുള്ളവരോടൊന്നും ഒരു വെറുപ്പോ വിദ്വേഷം ഉണ്ടാവാൻ ആരും ഇടകൊടുക്കരുത്. വളരെയധികം സൂക്ഷ്മത പുലർത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് ഇരുലോകത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.